നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും PSC റാങ്ക് മേക്കേഴ്സിന്റെ 5 മിനിറ്റ് ചലഞ്ച് നമ്പർ 28ലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ചലഞ്ച് നമ്പർ 28 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ ഉള്ള എല്ലാ ചലഞ്ചുകളും നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ചലഞ്ചുകൾ കൂടി അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ മാർക്കുകൾ ഇൻക്രീസ് ചെയ്യാൻ സഹായകരമാകും. ഈ 5 മിനിറ്റ് ചലഞ്ച് കൂടാതെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ റിസോൾവ് ചെയ്തതിൻ്റെ വീഡിയോകളും കറണ്ട് അഫയേഴ്സ് വീഡിയോകളും മറ്റ് ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോകളും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ നമുക്ക് ചലഞ്ച് നമ്പർ 28ലേക്ക് കിടക്കാം. ചലഞ്ച് നമ്പർ 28ൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യനൊപ്പമുള്ള ഓപ്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. അവസാനം ഞാൻ പറയുന്ന ആൻസറുകളുമായി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എത്രയാണോ മാർക്കുകൾ കിട്ടിയത് അവ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയയിൽ അംഗമല്ലാത്ത രാജ്യമേത്? താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ സാഫ്റ്റയിൽ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയയിൽ അംഗമല്ലാത്ത രാജ്യത്തെ കണ്ടുപിടിക്കുക. മാൽഡീവ്സ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന ഇവയാണ് ഓപ്ഷനുകൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബാർ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ഏകകമാണ് അല്ലെങ്കിൽ ഏതിൻ്റെ യൂണിറ്റാണ്? ഫോഴ്സ് ആണോ, എനർജി ആണോ, പ്രഷർ ആണോ, ഫ്രീക്വൻസി ആണോ? ഇതിൽ ഏതിൻ്റെ ഏകകമാണ് ബാർ എന്ന് പറയുന്നത്? മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പ്രസിഡന്റിന്റെ കാലാവധി കഴിയുന്നത് എപ്പോൾ? 5 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് എൻറ്ററിംഗ് ടു ദ ഓഫീസ്, 5 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിക്ലെയറിംഗ് ദ റിസൾട്ട്, 6 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് എൻറ്ററിംഗ് ദ ഓഫീസ്, 6 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിക്ലെയറിംഗ് റിസൾട്ട്. ഓഫീസിലെത്തി 5 വർഷം കഴിഞ്ഞിട്ടാണോ? എലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണോ? ഓഫീസിലെത്തി 6 വർഷം കഴിഞ്ഞിട്ടാണോ? പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ ഡിക്ലെയർ ചെയ്തിട്ട് 6 വർഷം കഴിഞ്ഞിട്ടാണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ക്രിസ്തുമത ഛേദനം എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാര്? ചട്ടമ്പി സ്വാമികളാണോ, പൊയ്കയിൽ യോഹന്നാനാണോ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണോ, സഹോദരൻ അയ്യപ്പനാണോ? ഈ പറഞ്ഞ 4 വ്യക്തികളിൽ ആരാണ് ക്രിസ്തുമത ഛേദനം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത്? നാലാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലോറിയസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ഈ അടുത്തിടയ്ക്ക് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. അതിൽ സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഈ ലോറിയസ് വേൾഡ് സ്പോർട്സ് അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്പോർട്സിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡാണ്. അത് റീസെൻ്റ് ആയിട്ട് ഈ ഫെബ്രുവരി മാസം 15 ശേഷമാണ് അത് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ ആയിട്ട് ആ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നൊവാക് ജോക്കോവിച്ചിനാണോ, വിരാട് കോഹ്ലിക്കാണോ, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണോ, ടൈഗർ വുഡ്സിനാണോ? ഈ പറഞ്ഞിരിക്കുന്ന 4 വ്യക്തികളിൽ ആർക്കാണ് ഈ വട്ടം ലോറിയസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ഫോർ സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ ലഭിച്ചത്? ഓക്കെ, അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ആഫ്രിക്കൻ യൂണിയന്റെ ചെയർമാനായി ഈ അടുത്തിടയ്ക്ക് നിയമിതനായത് ആര്? അബ്ദൽ ഫത്താഖ് എൽ സിസിയാണോ, പോൾ കഗാമയാണോ, മുഹമ്മദ് ഓൾഡ് അബ്ദൽ അസീസ് ആണോ, റോബർട്ട് മുഗാബെയാണോ? ഈ തന്നിരിക്കുന്നവയിൽ ആരാണ് റീസെൻ്റ് ആയിട്ട് ആഫ്രിക്കൻ യൂണിയന്റെ ചെയർമാൻ ആയത്? ഓക്കെ, അടുത്ത 7ാമത്തത് കമ്പ്യൂട്ടറിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്നവയിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലാത്തതേത്? ഓക്കെ, കൊബോൾ, വിഷ്വൽ ബേസിക്, HTML, നെറ്റ്സ്കേപ്പ്. ഈ താഴെ തന്നിരിക്കുന്ന ഈ 4 ഓപ്ഷനിൽ ഏതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലാത്തത്? അടുത്ത നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേണിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ELFA, GLHA, ILJA, പിന്നെ ഒരു ഡാഷ്, പിന്നെ MLNA. നമുക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അതായത് കുറച്ച് അക്ഷരങ്ങളൊക്കെ സ്റ്റാറ്റിക് ആണ്, അത് മാറുന്നില്ല. ബാക്കിയുള്ളത് മാറ്റി ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ നോക്കിയിട്ട് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് ഏതാണോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇംഗ്ലീഷിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഐ സോ സന്ധ്യ ഡാഷ് ദ റോഡ് യെസ്റ്റർഡേ. ക്രോസ് ദ റോഡ്, ക്രോസ്ഡ് ദ റോഡ്, വാസ് ക്രോസിംഗ് ദ റോഡ്, ഹാഡ് ക്രോസ്ഡ് ദ റോഡ്. ഓക്കെ, ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക.
അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ മലയാളത്തിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഇടശ്ശേരിയാണോ, വയലോപ്പിള്ളയാണോ, ഉള്ളൂരാണോ, വള്ളത്തോളാണ്? ഈ 4 ഓപ്ഷനുകളിൽ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓക്കെ, അപ്പോൾ നമ്മുടെ 10 ക്വസ്റ്റ്യനുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആൻസറുകൾ ഡിസ്കസ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനുകളുടെ എല്ലാം ആൻസറുകൾ ഞാനിപ്പോൾ തന്നെ പറയുന്നതാണ്. അതിൽ നിങ്ങൾക്ക് കിട്ടിയ ശരി ഉത്തരങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അവസാനം അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ മാർക്കുകൾ കിട്ടിയത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ അല്ലേ? 1ാമത്തെ ചോദ്യം എന്തായിരുന്നു? സാഫ്റ്റ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയയിൽ അംഗമല്ലാത്ത രാജ്യം താഴെ തന്നിരിക്കുന്നവയിൽ അത് ചൈനയാണ്. ഏതാണ്? ചൈനയാണ്. ഇനി ഈ സാഫ്റ്റയിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അഫ്ഗാനിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാനുണ്ട്, ഇന്ത്യ ഉണ്ട്, ശ്രീലങ്കയുണ്ട്, നേപ്പാളുണ്ട്, മാൽദീവ്സ് ഉണ്ട്, പാകിസ്ഥാനുണ്ട്. അപ്പം 8 രാജ്യങ്ങൾ, 8 നമ്മുടെ അയൽ രാജ്യങ്ങളാണ് മിക്കുള്ളതും. ആ 8 രാജ്യങ്ങളാണ് സാഫ്റ്റയിൽ അംഗങ്ങളായ രാജ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. അഫ്ഗാനിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാനുണ്ട്, ഇന്ത്യയുണ്ട്, ശ്രീലങ്കയുണ്ട്, നേപ്പാളുണ്ട്, മാൽദീവ്സ് ഉണ്ട്, പാകിസ്ഥാനുണ്ട്. അപ്പം ഇത്രയും രാജ്യങ്ങളാണ് എന്തിലുള്ളത്? സാഫ്റ്റയിലുള്ളത്. നമുക്ക് എല്ലാവർക്കും കേട്ടുള്ള മറ്റൊരു പേരാണ് സാർക്ക് എന്ന് പറയുന്നത്. എന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ, സാർക്ക്. ഈ സാർക്കിനകത്തുള്ള അംഗരാജ്യങ്ങൾ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടന തന്നെയാണ് ഏതെന്ന് പറയുന്നത്? സാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ സാർക്കിനകത്തുനിന്ന് സാഫ്റ്റ് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡും എക്കണോമിക് കോർപ്പറേഷനും കുറച്ചുകൂടെ ഹൈ ലെവലിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാഫ്റ്റ എന്ന് പറയുന്ന സംഘടന 2006 ജനുവരി 1 നിലവിൽ വന്നത്. ഓക്കെ, എന്നാണ് നിലവിൽ വന്നത്? 2006 ജനുവരി 1 ഇത് നിലവിൽ വന്നത്. ഓക്കെ, അടുത്ത നമുക്ക് 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ബാർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? ബാർ എന്ന് പറയുന്നത് പ്രഷർ അളക്കുന്ന യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇതൊരു SI യൂണിറ്റ് അല്ല. നമ്മുടെ SI യൂണിറ്റ് ഓഫ് പ്രഷർ ഏതാണെന്ന് ചോദിച്ചാൽ അത് പാസ്കലാണ്. ഏതാണ്? PA എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പാസ്കലാണ് SI യൂണിറ്റ് ഓഫ് എന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ഈ ഇപ്പോൾ പറഞ്ഞ ബാർ എന്ന് പറയുന്ന ഒരു മെട്രിക് യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി യൂണിറ്റുകൾ ഒന്ന് നോക്കാം. പ്രഷറിന് ഇനിയും ഒരുപാട് യൂണിറ്റ് ഉണ്ട്. അതിനകത്ത് മറ്റൊരു യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് ടോർ എന്ന് പറയും. TORR, ടോർ എന്ന് പറയുന്ന മറ്റൊരു യൂണിറ്റിൽ നമ്മൾ പ്രഷർ അളക്കാറുണ്ട്. പിന്നെ നമുക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയും. നമ്മൾ അറ്റ്മോസ്ഫിയർ കൺഫ്യൂസ് ആവുന്ന ഒരു വേർഡാണ്. അറ്റ്മോസ്ഫിയർ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ മറ്റ് പലതും ആയിരിക്കും ആലോചിക്കുക. പ്രഷർ അളക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്ന് പറയും. MMHg എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതും പ്രഷറിന്റെ ഒരു യൂണിറ്റ് തന്നെയാണ്. അപ്പം പ്രഷർ അളക്കുന്ന ഒരുപാട് യൂണിറ്റുകൾ നമ്മളിപ്പോൾ പറഞ്ഞു. എന്തൊക്കെയുണ്ട്? പാസ്കൽ ഉണ്ട്, ടോർ ഉണ്ട്, അറ്റ്മോസ്ഫിയർ ഉണ്ട്, മില്ലിമീറ്റർ ഓഫ് മെർക്കുറി അല്ലെങ്കിൽ MMHg ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും യൂണിറ്റുകളിൽ നമുക്ക് എന്തളക്കാം? പ്രഷർ അളക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ പാസ്കൽ എന്ന് പറയുന്നത് അത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പാസ്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ന്യൂട്ടൺ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തിന്റെ SI യൂണിറ്റ് ആണ്? ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൗട്ട് ഇല്ലല്ലോ. അപ്പം നമ്മളുടെ പ്രഷറിന്റെ ഒരുവിധപ്പെട്ട യൂണിറ്റ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത നമുക്ക് 3ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 3ാമത്തെ ചോദ്യം എന്തായിരുന്നു? ടേം ഓഫ് പ്രസിഡന്റ് എക്സ്പയേഴ്സ്. പ്രസിഡന്റ് കാലാവധി എപ്പോഴാണ് കഴിയുന്നത്? 5 വർഷം. പ്രസിഡന്റ് ഓഫീസിൽ എൻട്രി ചെയ്ത് 5 വർഷം കഴിയുമ്പോഴാണ് പ്രസിഡന്റിന്റെ കാലാവധി കഴിയുന്നത്. ഓക്കെ, പ്രസിഡന്റിന്റെ കാലാവധി കഴിയുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിനു മുമ്പെയോ പ്രസിഡന്റ് രാജിവെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് വൈസ് പ്രസിഡന്റാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആർക്കാണ് കൊടുക്കേണ്ടത്? വൈസ് പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പം പ്രസിഡന്റ് നമ്മൾ മാറ്റണം, റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇംപീച്ച്മെന്റ് പ്രോസസ്സൊക്കെ നടത്തണം. അത് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 61 ആണ്. എത്രയാണ്? ആർട്ടിക്കിൾ 61 ആണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈ പ്രസിഡന്റ് റെസിഗ്നേഷൻ വൈസ് പ്രസിഡന്റ് കൊടുത്തെന്ന് വെച്ചോ, ആ വൈസ് പ്രസിഡന്റ് കിട്ടുന്ന എല്ലാ റെസിഗ്നേഷനും അദ്ദേഹം സ്പീക്കറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് നിയമം. ഇപ്പം നമ്മുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ
രാം ഗോവിന്ദ് ആണ്, രാംനാഥ് കോവിന്ദ് ആണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ 14ാമത്തെ പ്രസിഡന്റ് ആണ് രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ പ്രസിഡന്റിന്റെ ഇലക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ഇലക്ടറൽ കോളേജാണ് നമ്മുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അതിനകത്ത് MPs ഉണ്ട്, MLAs ഉണ്ട്. വെറും MPസും MLAസും അല്ല, എലക്റ്റഡ് MPs ആൻഡ് MLAs ആണ്. ഓക്കെ, എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റും പിന്നെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ള MLAമാരും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡൽഹിയും പുതുച്ചേരി യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുള്ള MLAമാരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് STV എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ ഈ പ്രസിഡന്റ് ഇലക്ഷൻ നടത്തുന്നത്. കാരണം അതിൽ ഓരോരുത്തർക്കും ഉള്ള വോട്ടിന്റെ നമ്മളുടെ അതിന്റെ കൗണ്ട് വ്യത്യാസമായിരിക്കും. കൗണ്ട് എന്നല്ല, അതിലെ ആ പെർസെൻറ്റേജ് വ്യത്യാസമായിരിക്കും. ഇപ്പം ഞാൻ ഒരു മെമ്പർ ആണെങ്കിൽ ഞാൻ വോട്ട് ചെയ്താൽ എനിക്ക് 10 ആണെങ്കിൽ വേറൊരു സ്ഥലത്തു നിന്നുള്ള ഒരാൾ വന്നാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് 20% കിട്ടും. അതൊരു പ്രത്യേക രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെത്തേഡ്, അതാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയുന്ന മെത്തേഡ് വഴിയാണ് നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നത്, പ്രസിഡന്റിനെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞു, അവർക്കേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു 12 ആൾക്കാരുണ്ട്. ഇപ്പം കായികമായാലും കലയായാലും അങ്ങനെയൊക്കെ ഉള്ള ഒരു 12 പേരെ നമ്മളുടെ പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം. അവർക്ക് പക്ഷേ വോട്ടവകാശം ഇല്ല. ഓക്കെ, ആ നോമിനേറ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 80 പ്രകാരമാണ്. ആർട്ടിക്കിൾ 80 പ്രകാരം ഒരു 12 പേരെ നമുക്ക് നമ്മുടെ പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റും കൂടെ അറിഞ്ഞിരിക്കുക. വെങ്കയ്യ നായിഡു ആണ് ഇപ്പോഴും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 4ാമത്തെ ചോദ്യം എന്തായിരുന്നു? ക്രിസ്തുമത ഛേദനം എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാര്? ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ചട്ടമ്പി സ്വാമികളാണ് ക്രിസ്തുമത ഛേദനം എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതിയത്. ഓക്കെ, ക്രിസ്തുമത നിരൂപണം എഴുതിയതാരാണെന്ന് ചോദിച്ചാൽ അതും നമ്മുടെ ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് വേദാധികാര നിരൂപണം, ഓക്കെ, അദ്വൈത ചിന്ത പദ്ധതി, പിന്നെന്താണ് ആദിഭാഷയുണ്ട്, പിന്നെ ശ്രീചക്ര പൂജാകൽപ്പമുണ്ട്, പിന്നെന്താണ് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. പിന്നെന്താണ് അതൊക്കെ നമ്മളുടെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഓക്കെ, പിന്നെ കേരള ചരിത്രവും തച്ചുടെ കൈമളും എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം, അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു പുസ്തകമാണ്. ഏതെന്ന് പറയുന്നത് കേരള ചരിത്രവും തച്ചുടെ കൈമളും എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ, അപ്പം അത്രയും പുസ്തകങ്ങൾ ചട്ടമ്പി സ്വാമികളുടേതാണ്. ഇനിയിപ്പം നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാണ് ആരാണെന്ന് പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. അത് MR രേണുകുമാറാണ്. ആരാണ്? MR രേണുകുമാറാണ് പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. പൊയ്കയിൽ യോഹന്നാൻ ഉപദേശി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദളിത് ബന്ധു NK ജോസ് ആണ്. ആരാണ്? ദളിത് ബന്ധു NK ജോസ് ആണ് പൊയ്കയിൽ യോഹന്നാൻ ഉപദേശി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. ഓക്കെ, ഇനി സഹോദരൻ അയ്യപ്പന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹല്യയുണ്ട്, റാണി സന്ദേശമുണ്ട്, പരിവർത്തനമുണ്ട്. അപ്പോൾ ഈ 3 ഒന്ന് പഠിക്കുക. സഹോദരൻ അയ്യപ്പന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ്? അഹല്യയുണ്ട്, റാണി സന്ദേശമുണ്ട്, പരിവർത്തനമുണ്ട്. ഇനി നമ്മുടെ ചാവറ കുര്യാക്കോസ് ചാവറച്ചന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആത്മാനുതാപമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുള്ളതുമായ വർക്ക്. ഏതാണ്? ആത്മാനുതാപം. പിന്നെ ദയാസല്ലാപങ്ങളുണ്ട്, 40 മണിയുടെ ക്രമമുണ്ട്, കൂനമ്മാവ് മടവുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. അപ്പോൾ കൂനമ്മാവ് മടവുണ്ട്, പിന്നെന്താണ് 40 മണിയുടെ ക്രമമുണ്ട്, പിന്നെന്താണ് ദയാ സല്ലാപങ്ങളുണ്ട്, ആത്മാനുതാപമുണ്ട്. ഈ 4 പ്രധാനപ്പെട്ട വർക്കുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വർക്കുകളൊക്കെ ആണ്. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഈ വട്ടത്തെ ലോറിയസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ഫോർ സ്പോർട്സ്മെൻ ഓഫ് ദ ഇയർ അവാർഡ് ലോറിയസ് വേൾഡ് സ്പോർട്സിന്റെ സ്പോർട്സ്മെൻ ആരാണെന്നാണ് ചോദ്യം. അത് നമ്മുടെ സെർബിയയുടെ പ്ലെയറായ ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. ഓക്കെ, നൊവാക് ജോക്കോവിച്ച് നമുക്കിപ്പോൾ അറിയാം, അദ്ദേഹം കുറച്ച് സ്റ്റാറായി നിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന്റെ റൈറ്റ് എൽബോയിലുള്ള സർജറിയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷം 3 വിംബിൾട്ടൺ അടുപ്പിച്ചിപ്പം അദ്ദേഹത്തിന് സ്വന്തമാണ്. ഏതൊക്കെയാണ്? 2018 വിംബിൾട്ടൺ, 2018 US ഓപ്പൺ, 2019 ഓസ്ട്രേലിയൻ ഓപ്പൺ. അങ്ങനെ ഈ 3 ഗ്രാൻഡ് സ്ലാമും ഇപ്പം അടുപ്പിച്ച് നമ്മളുടെ ജോക്കോവിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പരിക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം അത്യുജ്വലമായ പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ലോറിയസ് വേൾഡ് സ്പോർട്സ് അവാർഡ് എന്ന് പറയുന്നത് സ്പോർട്സിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡാണ്. ഏതെന്ന് പറയുന്നത്? ലോറിയസ് വേൾഡ് സ്പോർട്സ് അവാർഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മെൻ പറഞ്ഞു, സ്പോർട്സ് മെൻ ഓഫ് ദ ഇയർ. ലോറിയസ് വേൾഡ് സ്പോർട്സിന്റെ സ്പോർട്സ് മെൻ ഓഫ് ദ ഇയർ പറഞ്ഞു. അതേപോലെ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയറും ഉണ്ട്.
സ്പോർട്സ് വുമണായിട്ട് തിരഞ്ഞെടുത്ത ആരാണ്? സിമോണ ബൈൽസ്. ആരാണ്? സിമോണ ബൈൽസിലെയാണ് ലോറിയസ് വേൾഡ് സ്പോർട്സിന്റെ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, ആരാണ്? സിമോണ ബൈൽസ്. അത് അമേരിക്കയിലെ ജിംനാസ്റ്റ് ആണ്. ആരെന്ന് പറയുന്നത്? സിമോണ ബൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ആറാമത്തെ ചോദ്യത്തിലോട്ട് പോകാമല്ലോ. ഇപ്പം പറഞ്ഞ എല്ലാം ക്ലിയർ ആണല്ലോ. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ അടുത്തിടയ്ക്ക് ആഫ്രിക്കൻ യൂണിയന്റെ ചെയർമാനായി നിയമിതനായത് ആര് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അത് അബ്ദൽ ഫത്താഖ് എൽ സിസി ആണ്. ആരാണ്? അബ്ദൽ ഫത്താഖ് എൽ സിസി ആണ് ഈ അടുത്തിടയ്ക്ക് ആഫ്രിക്കൻ യൂണിയന്റെ ചെയർമാനായി നിയമിതനായത്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ്. ആരെന്ന് പറയുന്നത്? അബ്ദൽ ഫത്താഖ് എൽ സിസി എന്ന് പറയുന്നത്. ഇതിന്റെ തൊട്ട് മുമ്പേ ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പോൾ കഗാമെ ആയിരുന്നു. അദ്ദേഹം എന്ന് പറയുന്നത് റുവാണ്ടയുടെ പ്രസിഡന്റ് ആയിരുന്ന പോൾ കഗാമെ ആയിരുന്നു ഇതിന് തൊട്ടു മുമ്പേ ആഫ്രിക്കൻ യൂണിയന്റെ ചെയർമാൻ ആയിരുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നവയിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലാത്തത് ഏത്? നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം നെറ്റ്സ്കേപ്പ് ബ്രൗസറിനെ കുറിച്ച് പല പരീക്ഷയ്ക്കും ചോദിച്ചത് കൊണ്ട് നമ്മളത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നെറ്റ്സ്കേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റർനെറ്റ് ബ്രൗസറാണ്. ഓക്കെ, ബാക്കിയെല്ലാം എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. കൊബോൾ ആയാലും വിഷ്വൽ ബേസിക് ആയാലും HTML ആയാലും എല്ലാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് ഫേമസ് ബ്രൗസറുകളെ കുറിച്ച് നോക്കാം. ഈ നെറ്റ്സ്കേപ്പ് പോലെ തന്നെ ഉള്ളതാണ് ക്രോം ഉണ്ട്, ഗൂഗിൾ ക്രോം നമ്മളെല്ലാം ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ ഫയർഫോക്സ് ഉണ്ട്, അതും നമ്മളെല്ലാം ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ IE എന്ന് പറയും. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്. പിന്നെ ഒപ്പേര ഉണ്ട്, സഫാരി ഉണ്ട്, മൈക്രോസോഫ്റ്റ് എഡ്ജ് ഉണ്ട്, UC ബ്രൗസർ ഉണ്ട്, എപ്പിക് ബ്രൗസർ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഒന്നുകൂടെ പറയാം. ഗൂഗിൾ ക്രോം ഉണ്ട്, ഫയർഫോക്സ് ഉണ്ട്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്, ഒപ്പേര ഉണ്ട്, സഫാരി ഉണ്ട്, മൈക്രോസോഫ്റ്റ് എഡ്ജ് ഉണ്ട്, UC ബ്രൗസർ ഉണ്ട്, എപ്പിക് ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ബ്രൗസറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ മൂന്നെണ്ണം ഒഴിച്ച് കൊബോളും വിഷ്വൽ ബേസിക് HTML കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കുറിച്ചൊന്ന് പറയാം. ജാവയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം ജാവ സിമ്പിളാണ് എന്ന് നമ്മൾ കുറേ വട്ടം കേട്ടിട്ടുള്ളതാണ്. അപ്പം ജാവയുണ്ട്. പിന്നെ എന്താ ഉള്ളത്? പൈത്തൺ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്തൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ പോകുന്നതും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. പിന്നെ ജാവയ്ക്കകത്ത് തന്നെ ജാവ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. C ഉണ്ട്, C++ ഉണ്ട്, C# അല്ലെങ്കിൽ C# എന്ന് പറയും. C# അല്ലെങ്കിൽ C# ഉണ്ട്, PHP ഉണ്ട്. പിന്നെ റൂബി എന്ന് പറഞ്ഞൊരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ iOS ഒക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ലാംഗ്വേജ് ആണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്, അതുണ്ട്. പിന്നെ റസ്റ്റ് ഉണ്ട്. പിന്നെ ASP.NET, നമ്മൾ വിഷ്വൽ ബേസിക് എന്ന് പറഞ്ഞാൽ VB.NET ഉണ്ട്, അതേപോലെ ASP.NET ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒന്നുകൂടെ പറയാം. ജാവയുണ്ട്, പൈത്തൺ ഉണ്ട്, ജാവ സ്ക്രിപ്റ്റ് ഉണ്ട്, C ഉണ്ട്, C++ ഉണ്ട്, C# അല്ലെങ്കിൽ C# ഉണ്ട്. പിന്നെ സ്വിഫ്റ്റ് iOS എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, റൂബി ഉണ്ട്, റസ്റ്റ് ഉണ്ട്, ASP.NET ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അടുത്ത നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഈ പാറ്റേൺ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിനകത്തെന്ന് പറയുന്നത് സെക്കൻഡും ഫോർത്തും ലെറ്റർ എപ്പോഴും LA എന്ന് പറഞ്ഞ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് മാറ്റമില്ല. അപ്പം നമുക്ക് കിട്ടുന്നതിനകത്തും LA അവസാനമുള്ളത് നോക്കിയാൽ മതി. പക്ഷേ ഇതിനകത്ത് ഉത്തരത്തിൽ നോക്കിയാൽ എല്ലാത്തിനകത്തും LA ഉണ്ട്. അപ്പോൾ ബാക്കി നോക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. പിന്നെ 1, 3 ആണ് നോക്കേണ്ടത്. 1, 3 ഒന്നാമത്തേനകത്ത് എന്താ? EF, രണ്ടാമത്തേനകത്ത് എന്താ? GH, IJ. അടുത്ത എന്തായിരിക്കും വരേണ്ടത്? KL ആയിരിക്കും വരേണ്ടത്. അപ്പോൾ 1 Kയും 3 L ആയിരിക്കും വരേണ്ടത്. അപ്പോൾ 1 Kയും 3 Lയും വരുന്ന ഏതാ ഉള്ളത്? D ആണുള്ളത്. അപ്പം ഓപ്ഷൻ D ആണ് ആൻസർ. ഓക്കെ, അടുത്തത് നമ്മളുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ. I saw സന്ധ്യ ഡാഷ് ദ റോഡ് യെസ്റ്റർഡേ. സോ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും പാസ്റ്റ് ആണ്, ക്രോസ്ഡ് എഴുതാം എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഹാർഡ് ക്രോസ്ഡ് എഴുതാം എന്ന് വിചാരിക്കും. അങ്ങനെ ഈ കേസിൽ എഴുതാൻ പറ്റില്ല, കാരണം ഇതൊരു സ്പെഷ്യൽ റൂളാണ്. ഓക്കെ, ഈ സ്പെഷ്യൽ റൂൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇതിനകത്ത് ഒരു സെൻസറി വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം സി അല്ലെങ്കിൽ ഹിയർ അല്ലെങ്കിൽ ഒബ്സർവ് ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ വാക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് വെർബിന്റെ ഡിഫോൾട്ട് ഫോം എഴുതണം എന്നാണ് റൂള്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ വെർബിന്റെ ഡിഫോൾട്ട് റൂൾ എന്ന് പറയുന്നത് ഏതാണ്? ക്രോസ് ആണ്. ഓക്കെ, ഡിഫോൾട്ട് അല്ലെങ്കിൽ റൂട്ട് ഫോം എന്ന് പറയുന്നത് ഏതാണ്? ക്രോസ് ആണ്. അത് തന്നെ എഴുതണം. അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ സെൻസറി വെർബുകളായ നമ്മളുടെ സി അല്ലെങ്കിൽ ഹിയർ അല്ലെങ്കിൽ ഒബ്സർവ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരികയാണെങ്കിൽ വെർബിന്റെ എന്ത് എഴുതണം? ഡിഫോൾട്ട് ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ആയിട്ടുള്ള അത് തന്നെ എഴുതണം. അപ്പം ഈ ക്രോസിന്റെ റൂട്ട് ഫോം എന്ന് പറഞ്ഞാൽ ക്രോസ് ആണ്. അതിന്റെ ബാക്കിയുള്ള ഫോമുകളാണ് ക്രോസ്ഡ്, ക്രോസിങ്, അതൊക്കെ. ഓക്കെ,
അപ്പം ക്രോസ് ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന കവി ആര്? ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും, ഇടശ്ശേരിയാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന കവി എന്ന് പറയുന്നത്. വൈലോപ്പള്ളി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കാച്ചിക്കുറുക്കിയ കവിതയുടെ കർത്താവ്. അതാരാണ്? വൈലോപ്പള്ളി. കാച്ചിക്കുറുക്കിയ കവിതയുടെ കർത്താവ് എന്ന് അറിയപ്പെടുന്നത് വൈലോപ്പള്ളിയാണ്. അടുത്തത് ഉജ്ജ്വല ശബ്ദാഠ്യൻ. ഉജ്ജ്വല ശബ്ദാഠ്യൻ നമ്മളെ ഉള്ളൂരിനെ വിശേഷിപ്പിക്കും. എന്താണ്? ഉജ്ജ്വല ശബ്ദാഠ്യൻ. ഓക്കെ. ശബ്ദസുന്ദരൻ എന്ന് നമ്മൾ വൈലോപ്പള്ളിയെ പറയാറുണ്ട്. ഓക്കെ. അപ്പം ഇത്രയുമാണ് ക്വസ്റ്റ്യനുകൾ. അപ്പം നമ്മുടെ ശക്തിയുടെ കവി ഇടശ്ശേരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്കുകൾ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ചലഞ്ച് നമ്പർ 28 അറ്റൻഡ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം PSC റാങ്ക് മേക്കേഴ്സിൻ്റെ ചലഞ്ച് നമ്പർ 28 അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.